എൻ്റെ ബാപ്പയ്ക്കുള്ള നർമ്മബോധത്തിന്റെ 100-ലൊന്നും എനിക്കില്ല. അവർക്കൊന്നും തീരെ വർഗീയതയില്ല. ബാപ്പയ്ക്ക് ലീഗിനെതിരാണ്. ഞങ്ങളുടെ കുടുംബം, പഴയ കുടുംബം മുഴുവൻ ലീഗിനെതിരാണ്. അപ്പൊ ബാപ്പയെടുത്ത് എനിക്ക് അടി കിട്ടിയൊന്നും ക്ലാസ്സിൽ പോയിട്ടോ പഠിക്കാഞ്ഞിട്ടോ അല്ല. അടി കിട്ടുന്നതിനാണ് നിസ്കരിക്കാത്തത്. ഇങ്ങനെ ഈ മതം എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും ഇടപെട്ട് നമ്മുടെ ഒരു സന്തോഷവും ഇല്ലാതാക്കുന്ന ഒരു സാധനം. മതം എന്ന് പറയുന്നത് അലിവിന്റെ രൂപമാണെന്ന് ഞാൻ കണ്ടത് എൻ്റെ ഉമ്മയിലാണ്. അസ്ഹാബുൽ ബദരീകളെ എന്തായി കേൾക്കണത്, എൻ്റെ മക്കള് പഴിച്ചുപോയി. എൻ്റെ ബാപ്പ കോൺഗ്രസ്സാ. വീട്ടിൽ മാതൃഭൂമിയാ വാങ്ങുന്നത്. കാരശ്ശേരിയിൽ 2 മാതൃഭൂമി ഉണ്ടായിരുന്നു. ഒന്ന് എൻ്റെ വീട്ടിലും വേറൊന്ന് ലങ്കയിൽ അപ്പേട്ടെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സമ്പന്നൻ ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ വീട്ടിലും. അപ്പം ഞാൻ കുട്ടിക്കാലത്തെ മാതൃഭൂമി കണ്ടാണ് വളരുന്നത്. അതിപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, മാതൃഭൂമിയിൽ അന്ന് വലുതായിട്ട് ഗാന്ധിയുടെ ചിത്രം വരും. അപ്പോൾ എൻ്റെ ബാപ്പയും ഗാന്ധിയായിട്ടൊരു സാമ്യമുണ്ട്. എന്ന് വെച്ചാൽ രണ്ടാളും കറുത്തിട്ടാണ്. പിന്നെ ബാപ്പയ്ക്ക് കുറച്ച് മൂക്കുണ്ട്, പിന്നെ കാത് കുറച്ച് വലുതാണ്. അപ്പം ഞാൻ കുട്ടിയാൻ വിചാരിക്കിയത് ബാപ്പയുടെ ചിത്രമാണെന്നാണ്. പിന്നെ എനിക്ക് മനസ്സിലായത് പത്രത്തിൽ ബാപ്പയുടെ ചിത്രം ഒന്നും വലുത് ഗാന്ധിയാണ്. പിന്നെ അവർക്കൊന്നും തീരെ വർഗീയതയില്ല. ബാപ്പയ്ക്ക് ലീഗിനെതിരാണ്. ഞങ്ങളുടെ കുടുംബം, പഴയ കുടുംബം മുഴുവൻ ലീഗിനെതിരാണ്. പിന്നെ ബാപ്പ വളരെ വളരെ തമാശക്കാരനാണ്. വളരെ തമാശ, നിരന്തരം തമാശ പറയുന്ന ഒരാളാണ്. അപ്പം ഞാൻ വല്ല തമാശക്ക് പറയുമ്പോൾ ആളുകൾ എൻ്റെ നർമ്മബോധത്തെ പറ്റി പറയുമ്പോൾ ഞാൻ അവരോട് ചിലരോട് പറയും, എൻ്റെ ബാപ്പയ്ക്കുള്ള നർമ്മബോധത്തിന്റെ 100-ലൊന്നും എനിക്കില്ല. എപ്പോഴും തമാശ പറയുന്ന ഒരാളാണ് ബാപ്പ. തമാശ കാണിക്കുകയും ചെയ്യും. അത് വളരെ പ്രസിദ്ധമാണ്. ഇപ്പോഴും ആൾക്കാർ, ബാപ്പ മരിച്ചത് 82-ൽ മരിച്ചു, 48 കൊല്ലമായി മരിച്ചിട്ട്. ഇപ്പോഴും ആൾക്കാർ പറയും, ഓർമ്മയുള്ള പഴയ ആൾക്കാരൊക്കെ പറയും, ബാപ്പ അന്ന് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. ഉദാഹരണം പറയാം, ബാപ്പ ഇവിടെ ആളുകൾക്കൊക്കെ ഈ ചീത്തപ്പേരിടുന്നൊക്കെ ബാപ്പയാ ഓരോ ആളുകൾക്ക്. വളരെ അതിപ്പോൾ നർമ്മബോധം കുറച്ച് എൻ്റെ ഏട്ടനുണ്ട്, കുറച്ച് എൻ്റെ അനിയനുണ്ട്. പൊതുവെ ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുന്നതിനെ പറ്റിയും പ്രസംഗിക്കുന്നതിനെ പറ്റിയ ആൾക്കാർ പറഞ്ഞ ഒരു നർമ്മബോധം എപ്പോഴും ഉണ്ടെന്നാണ്. അത് ബാപ്പയെന്ന് വല്ലതും ഉണ്ടെങ്കിൽ ബാപ്പയെന്ന് കിട്ടിയതാണ്. പിന്നെ ബാപ്പയ്ക്കുള്ള വേറൊരു കാര്യം, ഈ മതത്തിൻ്റെ കാര്യത്തിൽ വളരെ നിഷ്ഠുരനാണ്. അപ്പോൾ ബാപ്പയെടുത്ത് എനിക്ക് അടി കിട്ടിയൊന്നും ക്ലാസ്സിൽ പോയിട്ടോ പഠിക്കാഞ്ഞിട്ടോ അല്ല. ഞാൻ ചിട്ടയായിട്ട് ക്ലാസ്സിൽ പോവുകയും പഠിക്കുകയും പരീക്ഷാവസാനമൊക്കെ ചെയ്ത ആളാണ്. അടി കിട്ടുന്നതിനാണ് നിസ്കരിക്കാത്തതിന്, അല്ലെങ്കിൽ മതത്തിലെ വല്ല ചോദ്യം ചെയ്യുന്നതിന്. അപ്പോൾ വാപ്പ പറയുമ്പോൾ ഞാൻ ഇത് ചോദിക്കും. അപ്പോൾ വാപ്പയ്ക്ക് ദേഷ്യം വാപ്പ അടിക്കും. പക്ഷെ ഉമ്മയിലാണ് ഞാൻ മതത്തിൻ്റെ ശരിക്കുള്ള നന്മകളൊക്കെ കണ്ടത്. ഉമ്മയ്ക്ക് വളരെ അലിവാണ്. അപ്പം മതം എന്ന് പറയുന്നത് അലിവിൻ്റെ രൂപമാണെന്ന് ഞാൻ കണ്ടത് എൻ്റെ ഉമ്മയിലാണ്. അപ്പം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഉമ്മയുടെ മതം എനിക്ക് വേണം, ബാപ്പയുടെ മതം എനിക്ക് വേണ്ട. അപ്പോൾ ഉമ്മയുടെ മതത്തെ ആശ്ലേഷിക്കുകയും ബാപ്പയുടെ മതത്തെ ആക്രമിക്കുകയാണ് ഞാൻ ചെയ്തത്. ഈ ഭയങ്കര ചിട്ടയാണ് ബാപ്പയ്ക്ക്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ വളരെ നിഷ്ഠുരമാണത്. ഇപ്പം എനിക്കൊരിക്കൽ ഭയങ്കര അസുഖം വന്നിട്ട് എന്നെ കോഴിക്കോട് വെസ്റ്റേൺ ഹോസ്പിറ്റലിൽ, മൊയ്തു ഡോക്ടർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പം വളരെ സീരിയസ് ആണ്, ഓപ്പറേഷൻ നിശ്ചയിച്ചു. അപ്പം മൂത്താപ്പ വളരെ ചിട്ടക്കാരനാണ്. മൂത്താപ്പ അന്ന് ഫോണൊന്നും ഇല്ലല്ലോ, ഞങ്ങളുടെ വീട്ടിലൊന്നും ഫോണില്ല. മൂത്താപ്പ അവിടുന്ന് ഒരാളെ പറഞ്ഞയച്ചു, ഇങ്ങനെ എൻ്റെ മകന് സുഖമില്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, വേഗം വരുന്നുണ്ട്. പാപ്പ എന്താ പറയുന്നറിയാം, ഇന്ന് വെള്ളിയാഴ്ചയാണ്, പള്ളിയിൽ നിന്ന് ഇറങ്ങാതെ മുഹമ്മദ് എങ്ങോട്ടും പോകില്ല. മനസ്സിലേ? ഈ തരത്തിലാണ്. അപ്പം അതെനിക്ക് ഒരിക്കലും പറ്റുന്നൊരു കാര്യമല്ല. എനിക്കത് തീരെ, അതായത് അങ്ങനെ ഉമ്മ നേരെ മറിച്ചാണ്. ഇപ്പം ഞാൻ വേറെ ഉദാഹരണം പറയാം. ഞാൻ ഒരിക്കൽ 84-ലാണ് എൻ്റെ ഓർമ്മ, ഞാൻ മക്കത്ത് പോയി. അപ്പോൾ അവിടെ കഅബയിൽ റമദാൻ 27-ൻ്റെ അന്ന്, 27-ാം രാവിന് ഞാൻ കഅബയിലുണ്ട്. അപ്പോൾ തറാവീഹ് നിസ്കരിച്ച് ഒരു 2 റക്അത്ത് നിസ്കരിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് പോവല്ലേ, ഞാൻ പിന്നെ പലവട്ടം പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു പാകിസ്ഥാനിയുടെ കുട്ടിയെ കാണാത്തൊരു പ്രശ്നം ഉണ്ടായി. സലീം എന്ന് പറഞ്ഞാൽ പേരിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. അയാളും ഭാര്യ ആ കുട്ടിയെ കാണാതെ കഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അവരുടെ കൂടെ നിന്ന് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ കുഞ്ഞിനെ കിട്ടിയത്. അപ്പോൾ 27-ാം രാവിൻ്റെ അന്ന് കഅബയിൽ നിസ്കരിച്ചാൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ 1,00,000 റക്അത്ത് നിസ്കരിച്ച കൂലിയാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഇതെൻ്റെ ബാപ്പയോട് പറഞ്ഞാൽ അടി കിട്ടും. അപ്പം ഞാൻ അത് ഉമ്മയോട് പറഞ്ഞു. ഉമ്മ പറഞ്ഞു അങ്ങനെയാണ് വേണ്ടത്. ഒരു കുഞ്ഞിനെ കാണാതെ കഷ്ടപ്പെടുന്ന പാകിസ്ഥാൻ ദമ്പതികളുടെ കൂടെ നിൽക്കുകയാണ് വേണ്ടത് എന്ന് ആണ് ഉമ്മ പറയുക. പാപ്പ മറിച്ചാ പറയുക. അവിടെ അത് പറഞ്ഞിട്ടില്ല. എനിക്കറിയാം പാപ്പ എന്താ പറയാ. എൻ്റെ ഓപ്പറേഷന് അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് വരാൻ വയ്യ, ഇവിടെ അപ്പോൾ പള്ളി തന്നിട്ടാണ് വന്ന്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഈ തിയേറ്ററിൽ കൊണ്ടുപോകലും ഓപ്പറേഷൻ കഴിഞ്ഞൊക്കെ ഞാൻ കണ്ണ് കളിച്ചിട്ടാണ്. കണ്ണൂർ നോക്കുമ്പോൾ ഉമ്മയുണ്ട് മുമ്പിൽ. ഉദാഹരണം പറയാം.
അപ്പം ഇതാണ് ഈ മതം എന്ന് പറയുന്നത്, ഈ കാർക്കശ്യമാണ്, ഈ ആചാരങ്ങളാണ്, അനുഷ്ഠാനങ്ങളാണെന്നാണ് എൻ്റെ വാപ്പയുടെ നിലപാട്. വാപ്പ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ആൾക്കാരുടെ വളരെ ഉദാഹരണമാണ്. വാപ്പയ്ക്ക് ഒരു പിശുക്കെന്ന് പറഞ്ഞ സാധനമില്ല. 4 കച്ചവടം വാപ്പയുടെ പൊളിഞ്ഞിട്ടുണ്ട്. എങ്ങനെ വെച്ചാൽ ആര് വന്ന് ചോദിച്ചാലും കൊടുക്കും. ഇപ്പം ഇന്നലെ 2 സേർ അരിയായിട്ട് കടം പറഞ്ഞു പോയ ആൾ ഇന്ന് വരുമ്പോൾ അത് കൊണ്ടുവന്നില്ല, നീ ഇന്നലെ കൊണ്ടുപോയ അരിയുടെ പൈസ എവിടെ നിന്ന് വാപ്പ ചോദിക്കൂല. പിന്നെ കച്ചവടം ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പോൾ കച്ചവടത്തിന് തുടങ്ങുമ്പോൾ എപ്പോഴും ഉമ്മ പറയും, അതിപ്പോൾ 6 മാസം കൊണ്ട് പൊളിഞ്ഞ് ഇവിടെ വരും. അങ്ങനെ ഒരു വളരെ ഉദാഹരണമാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ആളാണ്. ആര് വന്ന് എന്ത് ചോദിച്ചാലും കൊടുക്കും. പക്ഷേ മതത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ ഒരു വളരെ നല്ലൊരു കുപ്പായം അവിടെ പഠിക്കുന്ന ഒരു ഇന്നത്തെ വർഷം ഒരു ദളിത് കുട്ടിക്ക് കൊടുത്തു. അവന് കുപ്പായില്ല. അപ്പം വാപ്പ സാധാരണയിൽ അത് വളരെ വാപ്പയാണെ കൊടുക്കും. പക്ഷേ വാപ്പനോട് പറഞ്ഞത് നിസ്കരിക്കുന്ന ഒരാൾക്ക് കൊടുക്കാമായിരുന്നു. അത് ഉമ്മ പറയില്ല. അപ്പം നിസ്കരിക്കുന്ന ആളാണ് അല്ലേ നോക്കിയിട്ടല്ലോ കുപ്പായ കൊള്ളുക. അവന് പഠിക്കാൻ പോകണം, സ്കൂളിൽ പോകണം, അവന് കുപ്പായില്ല. ഇതൊക്കെ വളരെ കൊല്ലം മുമ്പത്തെ കാര്യം കേട്ടോ പറഞ്ഞത്, ഇന്നത്തെ കാര്യമല്ല. ഞങ്ങൾ 4 പേരാണ്. ഇക്കാക്ക, ഞാൻ, അനിയത്തി, ഞങ്ങൾ മാളു എന്ന് വിളിക്കും, പിന്നെ അനിയൻ അബൂബക്കർ. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ സലാം നടുക്കണ്ടി എന്ന് പറഞ്ഞ് ചില ഒക്കെ എഴുതുകയും പിന്നെ ഇവിടെ പൊതുപ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒക്കെ. അപ്പോൾ ഈ ഇക്കാക്കക്ക് എൻ്റെ സ്വഭാവ രൂപത്തിൽ വലിയ സ്വാധീനമുണ്ട്. ഇക്കാക്ക പഠിച്ചത് ഇവിടെയല്ല. 5ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ JDTയിലാണ് പഠിച്ചത്. JDTയിൽ ഞങ്ങളുടെ അമ്മായിയുടെ മകനായിരുന്നു ഹെഡ് മാഷ്. അപ്പോൾ പഠിക്കാൻ വേണ്ടി അവിടെ കൊണ്ടാക്കി. അപ്പോൾ മൂപ്പര് വരുമ്പോൾ അവിടെ നാടകമുണ്ട്, സ്കൂൾ മാഗസിൻ ഉണ്ട്. പിന്നെ അവിടെ സിനിമാ നടന്മാരോ പാട്ടുകാരോ ഒക്കെ വരും. പിന്നെ ലൈബ്രറിയിൽ നിന്ന് പുസ്തകം കൊണ്ടുവരും. എനിക്കിവിടെ പുസ്തകമൊന്നുമില്ല. പിന്നെ മൂപ്പര് ഇവിടെ വരുമ്പോൾ എന്നെയും കൂട്ടി സിനിമയ്ക്ക് പോകും, നാടകം കാണാൻ പോകും. അപ്പം നാടകമുണ്ട്, നൃത്തമുണ്ട്, സിനിമയുണ്ട്, സാഹിത്യമുണ്ട് എന്നൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നത് മൂപ്പരാ. മൂപ്പര് പ്രീ ഡിഗ്രിക്ക് തോറ്റു. അത് കഴിഞ്ഞ് TTCക്ക് പോയി. TTC കഴിഞ്ഞ് സ്കൂൾ മാഷായി. പിന്നെ BA എടുത്തൊക്കെ വളരെ കഴിഞ്ഞിട്ടാണ്, വളരെ റിട്ടയർ ചെയ്യുന്നതിൻ്റെ കുറച്ച് മുമ്പാണ് മൂപ്പര് BA പാസ്സായതും B.Ed പാസ്സായതൊക്കെ. ഹൈസ്കൂൾ ടീച്ചറായിട്ടാണ് പിരിഞ്ഞത്. പിന്നെ മൂപ്പര് പുസ്തകമൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല, അങ്ങനെ കാര്യമായിട്ടൊന്നും എഴുതിയിട്ടൊന്നുമില്ല, കാര്യമായി വായനയൊന്നുമില്ല. മൂപ്പർക്ക് പൊതുപ്രവർത്തനമാണ്. പിന്നെ മൂപ്പര് നല്ല തമാശക്കാരനാണ്. പിന്നെ മൂപ്പർക്കുള്ളൊരു ബുദ്ധിമുട്ട് വെച്ചാൽ ആരെയും പാപ്പയുടെ മാതിരി തന്നെയാണ്. ആരും കളിയാക്കി എപ്പോഴും എന്ത് പറയും. പാപ്പ പറഞ്ഞ ആൾക്ക് അങ്ങനെ ദേഷ്യം വരില്ല. ഇക്കാക്ക പറയുമ്പോൾ ചിലപ്പോൾ ആൾക്ക് ദേഷ്യം വരും. ഞാൻ 5ാം ക്ലാസ് പഠിക്കുകയാണ്. ഇക്കാക്ക അന്ന് 7-ലായിരിക്കും, 7 8. അപ്പം അവൻ എന്നോട് പറഞ്ഞു, എടോ നമുക്ക് മുക്കത്ത് പ്രസാദ് ടോക്കീസ് ഉണ്ട്, അവിടെ ടിപ്പു സുൽത്താൻ കളിക്കുന്നുണ്ട്, വലിയൊരു നാളുടെ അന്ന് ബക്രീദ്, ഈദുൽ അദ്ഹ, അന്ന് പോണം. കാരണം അന്ന് സക്കാത്ത് കിട്ടുമല്ലോ പെരുന്നാളിൻ്റെ വകയിൽ. അപ്പം അവിടെ ടിക്കറ്റിന് അന്ന് ചെറിയ ടിക്കറ്റിന് 35 പൈസയാണ്. അത് വലിയ തുകയാണെന്നൊക്കെ. കാരണം ഒരാളുടെ ഒരു ദിവസത്തെ പണിക്കൂലി 1 ഉറുപ്പ്യാണ്. 35 പൈസ എന്ന് പറഞ്ഞാൽ 6 അണ പോകാന്ന് പറഞ്ഞു. അപ്പോൾ ഹിന്ദിയാണിത്. അപ്പം ഞാനന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ, അല്ല, ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിനെ പറ്റിയാണല്ലോ പെരുന്നാളിൻ്റെ അന്ന്, അത് ഹറാം ഉണ്ടാകാന്ന് ഞാൻ പോണത്. പക്ഷെ ഒളിച്ചാ പോയത്. കാക്കി ഞാനിവിടെ പോയിട്ട് ആരോട് പറഞ്ഞില്ല. പക്ഷെ ഞങ്ങൾ 2 ആളും ഈ സിനിമയിലെ ചില കാര്യങ്ങൾ പരസ്പരം പറയുന്നത് പിറകുന്ന ഉമ്മ കേട്ട്, ഉമ്മ ഭയങ്കരമായി നിലവിളിയാണ്, അസ്ഹാബുൽ ബദരീങ്ങളെ എന്തായി കേൾക്കണത്, എൻ്റെ മക്കൾ പഴിച്ചുപോയി, എൻ്റെ മക്കൾ സിനിമക്ക് പോയി, നരകത്ത് പോകുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നെരിമുള്ളൊക്കെ ഉണ്ടായി, പിന്നെ പോയില്ല. പിന്നെ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞങ്ങൾ ചാലിയപ്പുറത്ത്, ഉമ്മയുടെ വീട് ചാലിയപ്പുറ, അവിടെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മുത്തമ്മയുടെ മകനൊരു ബീച്ചിൽ നിന്നുണ്ട്, അവരൊക്കെ മരിച്ചുപോയി. മൂപ്പര് അന്ന് ഗോളിയോറൻസ് വന്ന വകയിൽ തിയേറ്റർ വന്നു, മാവൂര് ദീദി ടോക്കീസ്. അവിടെ വെച്ചിട്ടാണ് ഉണ്ണിയാർച്ച കാണുന്നത്, മലയാളം. അപ്പോൾ എനിക്ക് നല്ലോണം മനസ്സിലായി. പറ്റും എനിക്കൊന്നും മനസ്സിലായിരുന്നില്ല. അതിങ്ങനെ കുതിരപ്പുറത്ത് വരുന്നു, ബഹളം ഉണ്ടാക്കുന്നു, സംസാരിക്കുന്നു, വാളുകൊണ്ട് വെട്ടുന്നു, ചാവുന്നു, കൊല്ലുന്നു, അങ്ങനെയാണ്. ഇതങ്ങനെയല്ല. ഇതെന്ന് വെച്ചാൽ എനിക്ക് വലിയ ഇഷ്ടമായി. എന്നുവെച്ചാൽ മറ്റേ രാഗിണി, അത്ര സുന്ദരിയായ ഒരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ നന്നായിട്ട് പാട്ട് പാടുന്നു, നമുക്കറിയില്ലത്. അന്നു നിന്നെ കണ്ടതിൽ പിന്നെ എന്നുള്ള പാട്ടൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായി. ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ഞാൻ രാഗിണിയെ കയറി അങ്ങ് പ്രേമിച്ചു. അതോടുകൂടിയാണ് സിനിമ ഒരു നല്ല സംഗതിയാണെന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ ഇക്കാക്ക വരുമ്പോൾ മുക്കത്ത് നാടകണ്ട മൂപ്പരെങ്ങനെ വിവരമായും ഞങ്ങൾ ഒളിച്ചു പോകും. പിന്നെ ഞാനെന്നും അന്ന് 5ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ഇവിടെ ബാപ്പ മംഗലാപുരത്താണ്, ഇക്കാക്ക JDT കോഴിക്കോട്ട്. ഞാനാണ് തറവാട്ടുകാരനൊരു കാര്യസ്ഥനുണ്ട്, പാറമോമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും ചന്തയ്ക്ക് പോകണം. അപ്പോൾ ഊണ് കഴിഞ്ഞാൽ 2 ഉറുപ്പ്യ മതിയെന്ന്. ഉമ്മ 2 ഉറുപ്പ്യ, ചോന്ന ഒരു 2 ഉറുപ്പ്യ നോട്ടുണ്ട്, 2 ഉറുപ്പ്യ വരും. ഞാൻ അതുമായിട്ട് നടന്നു പോകും. മുക്കത്തേക്ക് 3 കിലോമീറ്റർ നടക്കണം. അവർക്ക് അന്ന് സാധാരണ ഒരു കാര്യമാണ് മുക്കത്ത് പോകുന്ന പറയും. അപ്പോൾ അവിടെ ചെന്നാൽ എന്താ ഗുണം വെച്ചാൽ സിനിമയിൽ നിന്ന് പാട്ട് വെക്കും,
പാട്ട് പുറത്തേക്ക് വെക്കും. അപ്പോൾ എനിക്ക് ഈ സിനിമാ പാട്ട് കേൾക്കാൻ വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് ഈ പി ഭാസ്കരൻ അന്ന് പി ഭാസ്കരൻ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം സിനിമാ പാട്ട് കേൾക്കലാണ്. അപ്പോൾ ഞാൻ അവിടെ പോയി നിൽക്കും. അപ്പോൾ സിനിമ തുടങ്ങാൻ നേരത്ത് അത് വലിച്ചാളിയും, അത് ഉള്ളിലേക്കാവും. അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴും ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് സിനിമ കാണും. പിന്നെ നാടകമുണ്ട്. അന്ന് മുക്കം ഭാസി, മുക്കത്തന്ന് വലിയ നാടകത്തിൻ്റെ BP മൊയ്തീൻ, മുക്കം ഭാസി, ലൗലിൻ ജെ, MV തവനൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ജ്യോതിദാസ്, അങ്ങനെ നാടകങ്ങളുടെയും നൃത്തങ്ങളുടെയും ഒക്കെ ഒരു ലോകമുണ്ട് മുക്കത്ത്. അതൊന്നും വീട്ടിലറിഞ്ഞാൽ വലിയ വിഷമാണ്. ഉമ്മ അടിക്കല്ലേ ചെയ്യുക, കരയേ ചെയ്യുക. വാപ്പേനെ അടിക്കുമ്പോൾ അടിക്കാൻ അവിടെ വാപ്പയില്ല. പിന്നെ അന്ന് എനിക്ക് അടി കിട്ടുന്ന എന്തിനാ അറിയാം, എനിക്ക് വാപ്പ വന്നാൽ തലമുടി കിട്ടുന്നതിന്. അന്ന് തല പഠിക്കണം. തല പഠിക്കാതെ എല്ലാ മാസത്തിലൊരിക്കലും തല പഠിക്കണം. അപ്പം ഉമ്മ നിർബന്ധം പിടിക്കുന്നത് വെള്ളിയാഴ്ച നേരം വെളുത്താൽ കൈനും കാലിനും നഖം മുറിക്കണം. വെള്ളിയാഴ്ച നമ്മൾ എത്രയോ കാലം എനിക്ക് ആ ചിട്ട ഉണ്ടായിരുന്നു. ഞാൻ MA-ക്ക് ആ ചിട്ട പോയത്. അതായത് വെള്ളിയാഴ്ച രാവിലെ ഉണരുമ്പോൾ ആദ്യത്തെ പണി പല്ല് വെച്ച് കഴിഞ്ഞാലുള്ള പണി കൈനും കാലിനും നഖം മുറിക്കാൻ എല്ലാ ആഴ്ചയും. ഇത് തല മൊട്ടയടിക്കണം. ഇത് എനിക്ക് ഏറ്റവും വിഷമം. അപ്പം ഞാൻ തലമുടി നീട്ടും, ഇതിനടി കിട്ടും. ഞാൻ തല്ലുകൊണ്ടൊരു കാര്യം തലമുടി നീട്ടാൻ വേണ്ടിയിട്ടാണ്. അടിച്ചോക്ക് എന്തൊരു അന്യായമാണ് ഇതൊക്കെ. അപ്പം ഇങ്ങനെ ഈ മതം എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും ഇടപെട്ട് നമ്മുടെ ഒരു സന്തോഷവും ഇല്ലാതാക്കുന്ന ഒരു സാധനമാണ്. അതായത് സംഗീതം, നാടകം, സിനിമ, സാഹിത്യം എല്ലാം ഹറാമാണ്. ചിത്രം വരയ്ക്കാൻ വയ്യ. ഞാനാണ് ചിത്രം വരയ്ക്കുമെന്ന്. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കൂടി ചിത്രം വരച്ചിരുന്നു. അപ്പം എനിക്കൊരു തമാശ ഉണ്ടെന്ന് വെച്ചാൽ, ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഷാമാഷ് എന്നൊരു, അപ്പോൾ ഞാൻ ക്ലാസ്സിലിരുന്നിട്ട് നെഹ്റുവിൻ്റെ ചിത്രം വരച്ചു. ഇങ്ങനെ തൊപ്പിയും ഈ എല്ലാവരും വരയ്ക്കുന്ന റോസ് പൂ ഒക്കെ ആയിട്ട്. അപ്പം ഷാമാഷക്ക് നല്ല ദേഷ്യം വന്നിട്ട് മാഷ് വന്ന് നോക്കിയിട്ട് എന്താടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇത് പിടിച്ചുപോയി. അദ്ദേഹം ക്ലാസ്സിലൊക്കെ ഞാൻ ചിത്രം വരയ്ക്കണം, വര തീരെ ശരിയായിട്ടില്ല എന്നെ കളിയാക്കി പറഞ്ഞപ്പോൾ നെഹ്റുവിൻ്റെ മുഖം എങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അത് നെഹ്റുവിൻ്റെ ചിത്രമെന്ന് സാറിന് എങ്ങനെ മനസ്സിലായത്? ഞാനതിൽ എഴുതി വെച്ചിട്ടില്ലല്ലോ. അപ്പം നെഹ്റു ആയല്ലോ, നെഹ്റുവാൻ സാറ് തോന്നിയാൽ നെഹ്റു. ഇങ്ങനെ തർക്കുത്തരം പറയുന്ന ഒരു സൂക്കേട് എനിക്ക് പണ്ടേ ഉണ്ട്. ഷാമാഷക്ക് ദേഷ്യം വന്നു. ഷാമാഷ് അന്ന് അടിച്ചൊന്നിട്ട് ഷാമാഷ് അടിയും കൊണ്ടിട്ടുണ്ട് ഞാൻ. മാഞ്ഞുമാഷക്ക് എന്നോട് വളരെ ഇഷ്ടമായിരുന്നു. നിരന്തരം എന്നെ അടിക്കും. എന്താ വെച്ചാൽ ഞാൻ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കും. എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അപ്പം അന്ന് ചിത്രം വരയ്ക്കുന്ന ഹറാമാണ്. ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇവിടെ കാരശ്ശേരി ഒരു സർവോദയ വായനശാലുണ്ട്. ഞാൻ അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. 5, 6, 7 ക്ലാസ് പഠിക്കാൻ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അപ്പോൾ രാവിലെ എൻ്റെ പണി വെച്ചാൽ രാവിലെ സുബഹി നിസ്കരിച്ച് കഴിഞ്ഞാൽ വന്നിട്ട് വായനശാലയൊക്കെ അടിച്ചു വാരി പത്രങ്ങളും വീക്കിലൊക്കെ നേരെ വെച്ച് അങ്ങനെയൊക്കെ. അപ്പോൾ കുസുമെന്നൊരു മാസിക ഞാൻ തുടങ്ങി. അതിൻ്റെ ചീഫ് എഡിറ്റർ ഞാനാണ്, അതിൻ്റെ കവർ വരയ്ക്കുന്നത് ഞാനാണ്, ചിത്രം വരയ്ക്കുന്നതൊക്കെ ഞാനാണ്. അപ്പോൾ ഈ ചിത്രം വരുന്ന എനിക്ക് അറിഞ്ഞൂടാന്നൊക്കെ എനിക്ക് കോളേജിൽ എത്തിയിട്ടാണ് മനസ്സിലാവുന്നത്. ഇങ്ങനെ നല്ല ചിത്രം വരയ്ക്കൽ. പക്ഷേ അത് ഹറാമാണ്, തൊട്ട ഹറാമായി. മനസ്സിലായോ? അപ്പം മൂത്താപ്പയാണെങ്കിൽ വീട്ടിൽ നിന്ന് തൊപ്പിയിടണം എന്ന് പറയും. മനസ്സിലായോ? അപ്പം മൂപ്പര് കാണുമ്പോൾ തൊപ്പിയിടണം, അല്ലെങ്കിൽ വലിയ പ്രശ്നം അത്. അപ്പം ഇങ്ങനെ എങ്ങോട്ട് തിരിഞ്ഞാൽ അതിൻ്റെ ബാപ്പി മൂത്താപ്പി എൻ്റെ തലയിൽ അടിച്ചേൽപ്പിച്ച കാർക്കശുണ്ടല്ലോ, ആ കാർക്കശത്തോടുള്ള പ്രതിഷേധം കൊണ്ടാണ് ഞാൻ പ്രധാനമായിട്ട് മതത്തിൽ നിന്ന് പുറത്ത് കിടന്നത്. പക്ഷെ മതത്തിൽ നിന്ന് പുറത്ത് കിടന്നാൽ ഈ ഇവരുടെ അലിവുള്ളൊരു മതം ഉണ്ടല്ലോ, അതെനിക്ക് നഷ്ടപ്പെടാൻ വയ്യാന്നുണ്ട്. എനിക്ക് അങ്ങനെയുണ്ട്. എല്ലാവരോടും അലിവുള്ള, അത് കിതാബിലുള്ളതല്ല, ഇവരുടെ ജീവിതത്തിലുള്ളതാണ്. എൻ്റെ മൂത്താപ്പയുടെ മകനാണ് സലാം കാരശ്ശേരി. ഞങ്ങളൊരു കുടുംബമായി തന്നെയാണ്. അദ്ദേഹം എൻ്റെ ഏട്ടനാണെന്നാണ് എല്ലാവരും പറയാം, ഞാനും അങ്ങനെ പറയാം. അദ്ദേഹം അനിയാന്ന് എന്നെ പറ്റി പറയാം. ഞങ്ങൾ വളരെ അടുപ്പായിരുന്നു. അപ്പോൾ അദ്ദേഹം ആണ് ഇവിടുന്ന് ആദ്യമായിട്ട് കോളേജിൽ പോകുന്നത്. അന്ന് 10ാം തരം കഴിഞ്ഞ് പ്രീ യൂണിവേഴ്സിറ്റി ഫറൂഖ് കോളേജ്. പിന്നെ അദ്ദേഹം എറണാകുളത്ത് തേവര കോളേജിൽ പഠിക്കാൻ പോകും, BCom. അപ്പോൾ ഇവിടെ ആ ഒരു ആദ്യത്തെ ഡിഗ്രി ഹോൾഡർ അദ്ദേഹം. പിന്നെ അദ്ദേഹം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ MCom പാസ്സാവും. പക്ഷെ ഇതിനേക്കാളൊക്കെ പ്രധാനം, അദ്ദേഹം ആ കാലത്ത് തന്നെ സലാം കാരശ്ശേരി എന്നുള്ള പേരിൽ ദേശാഭിമാനിയിൽ സിനിമാ നിരൂപണം എഴുതും. അദ്ദേഹം ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നാടകം എഴുതി അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം നടനാണ്, നാടകകൃത്താണ്. പിന്നെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് കൂടിയാണ്, അതിൻ്റെ സ്വാധീനം കൊണ്ടുകൂടിയാണ് ഞാൻ MN കാരശ്ശേരി എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹം സിനിമ കാണുന്നുണ്ട്, നാടകം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം വരും, വൈരൂപ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 1960 തൊട്ട് കാരശ്ശേരി എന്നുള്ള പേര് പത്രങ്ങൾ അച്ചടിക്കുന്നുണ്ട്. അപ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെ ബാപ്പ എതിർത്തിട്ട് പിന്നെ അദ്ദേഹം പേര് മാറ്റി മുതക്കക്ക് എന്നുള്ള പേരിൽ ചന്ദ്രികയിൽ എഴുതാൻ തുടങ്ങി. അത് പിന്നെ അദ്ദേഹം അവിടെ ആരും അറിഞ്ഞില്ല.
അദ്ദേഹത്തിൻ്റെ ബാപ്പയിന് ബഹളം ഉണ്ടാക്കി അടിക്കുകയൊക്കെ ചെയ്തു. ഇത് സിനിമാ നിരൂപണം എഴുതുന്നതിന്. അപ്പോൾ സിനിമയുടെ ഒരു പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ എന്ന് പറയാം. കാരണം അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ ബാപ്പ 1972 മരിച്ചു. അതുകൊണ്ട് അദ്ദേഹം സിനിമാ നിർമ്മാതാവായി. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ് ചുഴി. അത് 1973 വന്നത്. അപ്പോൾ പിന്നെ അദ്ദേഹം നോവൽ എഴുതും, നാടകം എഴുതും, പിന്നെ പുസ്തകം വായിക്കും. അപ്പോൾ വലിയ സംഗതിയാണല്ലോ, വലിയ സ്വാധീനമാണ്. അപ്പോൾ അങ്ങനെയുണ്ട്. അദ്ദേഹത്തിൻ്റെ മാതിരി ആവണം എന്ന് കുട്ടിക്കാലത്ത് എനിക്കൊരു തോന്നലുണ്ടാവും.